ഇപ്പോൾ മറ്റൊരു വാർത്ത വയനാട്ടിൽ നിന്ന് വരുന്ന കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ബൈപ്പാസിനോട് ചേർന്ന ഭാഗത്ത് നേരിയ മണ്ണിടിച്ചിലുണ്ടായി. മണ്ണിടിഞ്ഞ് റോഡിലേക്ക് ചെളി ഇറങ്ങുന്നുണ്ട്. വയനാട് കാട്ടിക്കുളം പനവല്ലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു കർഷകന് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ പനവല്ലി ആദണ്ടയിലെ സുബ്രഹ്മണ്യനാണ് പരിക്കേറ്റത്. ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം അല്പസമയത്തിനകം ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി നമുക്കൊന്ന് കാസർഗോഡേക്ക് പോകാം. അവിടെ അരുൺ പാറയ്ക്കലുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, കാസർഗോഡ് സ്ഥിതി എന്താണ്? റോഡ് വഴിയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മണ്ണിടിച്ചിലിൻ്റെ ഒരു പേടിയുണ്ടോ? എന്താണ് വിവരം? അവിടെ മഴ എങ്ങനെയാണ്? അവിടെ ഇപ്പോൾ കാറ്റുണ്ടോ? വെരി ഗുഡ് മോർണിംഗ്. കാസർഗോഡ് ജില്ലയിൽ ഇന്നലെയും ഇന്നുമായി റെഡ് അലേർട്ടാണ്. പക്ഷേ കാര്യമായ മഴയൊന്നും തന്നെ പെയ്യുന്നില്ല. ഇന്നിപ്പോൾ രാവിലെ 6 മണിക്ക് മഴയുണ്ടായിരുന്നില്ല. പക്ഷേ 7 മണിയാകുമ്പോഴേക്കും ഇടവിട്ടുള്ള ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് നഗരത്തിൽ തന്നെയാണ്. നഗരത്തിൽ ഇടവിട്ടുള്ള ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പ്രധാനമായും കാസർഗോഡ് ജില്ലയെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഈ ദേശീയപാത കടന്നു പോകുന്ന പ്രദേശങ്ങളാണ്. വലിയ കുന്നിൻ പ്രദേശങ്ങളൊക്കെ തന്നെ മണ്ണിടിച്ചിൽ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ ജില്ലാ ഭരണകൂടം നടത്തിക്കഴിഞ്ഞു. പക്ഷേ അത് പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നേരത്തെ തന്നെ അറിയിച്ചതാണ്. ജിയോളജി വകുപ്പ് പരിശോധന നടത്തിയതാണ്. ആ ഘട്ടത്തിലൊക്കെ തന്നെ പറഞ്ഞത് പൂർണ്ണമായും ഇനി പരിഹരിക്കാൻ സാധിക്കില്ല. അവിടെയുള്ള ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നടത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ മലയോര മേഖലകളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ മരം വീഴുന്നത് കൊണ്ട് വൈദ്യുതി ലൈനൊക്കെ പൊട്ടി വീഴുന്നുണ്ട്. അങ്ങനെ ചില ഭാഗങ്ങളിലൊക്കെ തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. കർണാടകയോട് ചേർന്ന് കിടക്കുന്ന മംഗലാപുരം, അതുപോലെ തന്നെ സുള്യ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ മലയോര മേഖലകളിലും മഴ പെയ്യുന്നുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിശക്തമായ കാറ്റാണ് ഈ കാസർഗോഡ് ജില്ലയിൽ പല സ്ഥലത്തും വീശുന്നത്. മരങ്ങൾ പൊട്ടിവീഴാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. വൈദ്യുത കമ്പികൾ അത് താഴെ പൊട്ടി വീഴുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. ദേശീയപാത കടന്നു പോകുന്ന പ്രദേശങ്ങളിലാണ് ജാഗ്രത കൂടുതലായുമുള്ളത്. ഓക്കെ, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ